എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 ജനുവരി മാസം മകരക്കൂറുകാർക്ക് എപ്പോഴാണെന്ന് പറയുന്നത്. ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് 2025 ജനുവരി മാസത്തെ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് അവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളൊന്ന് പരിശോധിക്കാം. 2024 വർഷം ഈ കൂറുകാരെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളുടെ ഒരു വർഷമായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ രാശിയിലേക്ക് വ്യാഴ വീക്ഷണം കിട്ടുകയും ഇവർക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വർഷമാണ് 2024. അതിൻ്റെ കാരണം ഇവരുടെ രാശിയുടെ 5ാം ഭാവത്തിലേക്ക് വ്യാഴം പകരുകയും ഇവരുടെ ജന്മരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ വീക്ഷണം കിട്ടുകയും ചെയ്ത ഒരു സമയമായിരുന്നു 2024 എന്ന് പറയുന്നത്. 2024 മെയ്യോടുകൂടിയാണ് അവർക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് മാത്രമല്ല, ഏഴരശ്ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു രാശിക്കാരെന്ന പ്രത്യേകതയും മകരം രാശിക്കാർക്കുണ്ട്. ഇനി ഏഴരശ്ശനി തീരുന്നതിന് ചുരുങ്ങിയ 3 മാസങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. 7.5 വർഷമായിട്ടുള്ള ആരംഭിച്ച ഒരു ദുരിതമാണ് അവസാനിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ വർഷം 2024 വർഷത്തെ വ്യാഴമാറ്റത്തോട് ഇവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി. അതൊക്കെ അവരുടെ സാമൂഹികവും സാമ്പത്തികവും അവരുടെ വ്യക്തിപരവും ശാരീരികവും മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒരു പുഷ്ടി എല്ലാ രംഗത്തും ഇവർക്ക് നിലവിൽ പ്രകടമാണ്. എങ്കിൽ പോലും ഒക്ടോബർ മാസം മുതൽക്ക് അല്പം തടസ്സങ്ങളൊക്കെ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അല്പം തടസ്സങ്ങളൊക്കെ പ്രതിബന്ധങ്ങളൊക്കെ ഒക്ടോബർ മാസം മുതൽക്കുണ്ട്. അതിൻ്റെ കാരണം 5 എന്ന രാശിയിൽ നിന്ന വ്യാഴം വക്രഗതിയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പം നിലവിൽ ആ വക്രഗതി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ 5ാം രാശിയായിട്ടുള്ള ഇടവം രാശിയിൽ നിന്ന് വ്യാഴം വക്രഗതിയിൽ പോയി വക്രഗതി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് ഏഴരശ്ശനിയുടെ ഏറ്റവും അവസാന ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് ഇവരുടെ പുതുവർഷത്തെ ജനുവരി മാസത്തെ ഫലങ്ങൾ എപ്രകാരമാണ് എന്നൊന്ന് വിലയിരുത്താം. ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർക്ക് ഈ മാസം ആരംഭിക്കുമ്പോൾ സൂര്യൻ 12, 1 എന്നീ ഭാവങ്ങളിൽ പകരുന്നു. ജന്മരാശിയിലൂടെയും 12 രാശിയിലൂടെയും സൂര്യൻ പകരുന്നത്, സൂര്യൻ നല്ല ഒരു ഗ്രഹങ്ങൾ പകരുന്നതും നമുക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകില്ല. അപ്പോൾ സൂര്യൻ്റെ ഈ പകർച്ച ഇവർക്ക് അത്ര അനുകൂലമായൊരു ഗ്രഹസ്ഥിതിയല്ല. ഇവരുടെ 12ാം രാശിയിൽ ജനുവരി 4-ാം തീയതി ബുധൻ പകരുന്നത് അത്ര നല്ല രീതിയിലുള്ള മാറ്റമല്ല. അവർക്കൊരു തീരുമാനങ്ങൾ എടുക്കുന്നതിനൊരു വ്യക്തത ഉണ്ടാവില്ല. ബുധൻ വിദ്യാകാരകൻ, ആശയവിനിമയത്തിൻ്റെ കാരനൊക്കെയാണ്. ആ തീരുമാനം എടുക്കുന്നതിനൊരു വ്യക്തത ഇവർക്കുണ്ടാവില്ല. ഇവരുടെ 2ാം രാശിയിലുള്ള ശുക്രൻ സാമ്പത്തികമായ രംഗത്ത് വളരെയധികം നല്ല മാറ്റങ്ങളെ കൊണ്ടുവരും. ചൊവ്വ ഇവരുടെ ഈ രാശിയുടെ 6ാം രാശിയിലേക്ക് വക്രത്തിൽ വരുന്നത് ഇവർക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ ഈ മാസം കൊണ്ടുവരും. വളരെയധികം പോസിറ്റീവ് എനർജീസ് ഇവർക്ക് ഈ മാസം 22-ാം തീയതിക്ക് ശേഷം ഉണ്ടാകും. 21-ാം തീയതിയാണ് ഇവരുടെ 7ാം രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിൽ നിന്ന് ചൊവ്വ വക്രഗതിയിൽ 6ാം രാശിയിലേക്ക് മാറും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള മാറ്റം ഇവർക്ക് എല്ലാ രീതിയിലുള്ളൊരു പോസിറ്റീവ് എനർജി അതിനുശേഷം ഇവർക്ക് അനുഭവിക്കാൻ കഴിയും. പ്രത്യേകം നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏഴരശ്ശനിയുടെ അവസാനമാണ് എന്നുള്ളതാണ്. അതിൻ്റെ വെറും 3 മാസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. ഈ മാസം അവസാനത്തോടുകൂടി ഇവരുടെ 5ാം രാശിയിൽ നിന്ന വ്യാഴം, ഇവരുടെ 5ാം രാശിയിൽ നിന്ന് നല്ല ഫലങ്ങളെ നൽകിക്കൊണ്ടിരുന്ന വ്യാഴം വക്രനിവൃത്തി വരുത്തി അത് വീണ്ടും 5ാം രാശിയിൽ നേർഗതിയിൽ വരുന്നു എന്നുള്ളതാണ് ഇവരെ കാത്തിരിക്കുന്ന ഏറ്റവും നല്ല വാർത്ത. അങ്ങനെ വ്യാഴം വക്രനിവൃത്തി വരുത്തി നേർഗതിയിൽ വരുമ്പോൾ അതോടുകൂടി ഇവർക്ക് ഏഴരശ്ശനിയുടെ ഒരു ദോഷങ്ങൾ ഇനി ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കട്ടെ. വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി ജനുവരി 27-ാം തീയതി നേർഗതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രാശിക്കാർക്ക് ഏഴരശ്ശനിയുടെ ദോഷങ്ങൾ ഒട്ടും ബാധിക്കില്ല എന്നുള്ളതും അത് ഏഴരശ്ശനിയുടെ അവസാനമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. വ്യാഴത്തിൻ്റെ നേർഗതിയിൽ 5ാം രാശിയിലേക്കുള്ള ഇടവം രാശിയിലേക്കുള്ള നേർഗതിയിലേക്കുള്ള വരവ്
ഇവർക്ക് വളരെ നല്ല ഭാഗ്യങ്ങൾ ഇവർക്ക് നൽകും. വളരെ നല്ല ഭാഗ്യങ്ങൾ, വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മെയ് മുതൽ ഒരു ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന അതേ ഭാഗ്യാനുഭവങ്ങളും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ആ നല്ല ഫലങ്ങൾ വീണ്ടും ഇവർക്ക് ഇനിയും കുറേ മാസങ്ങളിലേക്ക് അനുഭവവേദ്യമാകും എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇവരെ കാത്ത് ഈ മാസം ഇരിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു മാസമായിരിക്കും 2025 ജനുവരി എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവരുടെ 3ാം രാശി നിൽക്കുന്ന രാഹുവും ഇവരുടെ 9ാം ഭാവത്ത് നിൽക്കുന്ന കേതുവർക്ക് നല്ല രീതിയിലുള്ള ആധ്യാത്മിക നോളജും 3 എന്ന ഭാവത്തിലിരിക്കുന്ന രാഹുവർക്ക് നല്ല വളർച്ചയും അതുപോലെ തന്നെ വിജയമൊക്കെ നേടിക്കൊടുക്കും. 3 എന്ന രാഹുവിൻ്റെ നല്ല ഭാവങ്ങളിൽ ഒന്നാണ്. 3, 6, 10, 11 രാഹുവിന് വളരെ നല്ല ഭാവങ്ങളാണ് ജാതകത്തിലും ഗോചരത്തിലും. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ശനി അതിൻ്റെ ദോഷം അവസാനിപ്പിക്കുന്നു. വ്യാഴം നല്ല പൊസിഷനിലേക്ക് വരുന്നു. രാഹുവും കേതുവും നല്ല പൊസിഷനിലാണ്. ശുക്രൻ നല്ല പൊസിഷനിലാണ്. ചൊവ്വ ഈ മാസത്തിൻ്റെ അവസാനത്തോട് നല്ല ഭാവത്തിലേക്ക് വരുന്നു. അങ്ങനെ പൊതുവിൽ വളരെ നല്ല മാറ്റങ്ങളുമായിട്ടാണ് ഇവർക്ക് ജനുവരി മാസം കടന്നു വരുന്നത്. ജനുവരി മാസം 27-ാം തീയതി വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു രീതിയിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു ഗ്രോത്താണ് ഇവരെ കാത്തിരിക്കുന്നത്. അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു വളർച്ച ഇവരെ കാത്തിരിക്കുന്നു. ഇവരെന്ത് ചെയ്തു തരുന്നാലും അതിൽ വിജയമാണ്. കാരണം രാഹുവും കേതുവും ശനിയുടെ ദോഷം പറയേണ്ടതില്ല വ്യാഴത്തിൻ്റെ, കാരണം എല്ലാ ഗ്രഹങ്ങളും അനുകൂലം, ശുക്രൻ ചൊവ്വയൊക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്താലും അതിൽ വിജയവും ഒക്കെ ആണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇവർക്ക് ഇനി അങ്ങോട്ട് ഒരു മെയ് മാസം വരെയുള്ള സമയം കൊണ്ട് ഇവർ ജീവിതത്തിലൊരു നല്ല സെറ്റിൽമെൻറ്റിലേക്ക് എത്തണം. ഈ 5 മാസം വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. ഗ്രഹസ്ഥിതികളെല്ലാം തന്നെ വളരെ നന്നാണ്. ഈ മാസം 27 മുതൽ ഈ മാസത്തിൻ്റെ 2ാം പകുതി മുതൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് 27 മുതൽ ഇവർക്ക് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഭാഗ്യങ്ങളുമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യം ഈ മാസമില്ല. ഈ മാസം 27 വരെ ശ്രീകൃഷ്ണനെ വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. വഴിപാടുകളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മാസം അതിൻ്റെ വക്രനിവൃത്തിയിലേക്കുള്ള അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു വ്യാഴത്തിൻ്റെ. അതോടുകൂടി വഴിപാടുകളൊന്നും വലിയ കാര്യമായിട്ട് ഈ മാസം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മകരം രാശിക്കാർക്ക് എല്ലാ രീതിയിലുള്ള ആശംസകളും പ്രാർത്ഥനകളും വരുന്ന വളരെ നല്ല ഭാഗ്യ അനുഭവങ്ങൾ നിറഞ്ഞ സമയത്തിലേക്ക് നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.